ഹായ് ഫ്രണ്ട്സ്, കലണ്ടറിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെ തുക 62 എങ്കിൽ ഇതിലെ ആദ്യ ദിനം ആ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കലണ്ടറിലെ ഒരു തീയതി ഏതോ ആയിക്കോട്ടെ, അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച ശേഷമുള്ള അതേ തീയതി കണ്ടുപിടിക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യാം? എക്സിന്റെ കൂടെ 7 ആഡ് ചെയ്യാം. ഇനി രണ്ടാഴ്ചക്ക് ശേഷമുള്ള അതേ തീയതിയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ എക്സിന്റെ കൂടെ എത്ര കൂട്ടണം? രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ 14 ദിവസമാണ് അല്ലെ. അപ്പം എക്സ് പ്ലസ് 14. ഇനി മൂന്നാഴ്ചക്ക് ശേഷമുള്ള അതേ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാവും? എക്സ് പ്ലസ് 21. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെയും നമുക്ക് കലണ്ടറിൽ ഒരു തീയതിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ തീയതി നമ്മൾ എന്തായിട്ട് എടുക്കാം? എക്സ് എന്ന് പറഞ്ഞ് എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് തീയതിയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആണ് എന്ന് എടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തീയതിയും തൊട്ടടുത്ത തീയതി, ഇതിപ്പം 15 ആണെന്ന് ഇരിക്കട്ടെ, എനിക്ക് തൊട്ടടുത്ത ദിവസം 16 അല്ലേ. അതെങ്ങനെയാ 16 കിട്ടുന്നേ? 15ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. അപ്പൊ എക്സിന്റെ തൊട്ടടുത്തുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയില്ലേ? ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതേ തീയതികളുടെ എന്ന് വെച്ചാൽ എക്സും എക്സ് പ്ലസ് 1ന്റെയും എന്താണ് രണ്ടാഴ്ചക്ക് ശേഷമുള്ള തീയതിയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? എടുക്കണം. അപ്പൊ എക്സിന്റെ രണ്ടാഴ്ചക്ക് ശേഷമുള്ള തീയതി എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് 14. ക്ലിയർ അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 14. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെയും കൂടി എടുക്കണം അല്ലെ. അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ദിവസം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 15. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്? കൂട്ടുമ്പോൾ ഉള്ള തുക 62 എന്നാ പറഞ്ഞേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 14 പ്ലസ് എക്സ് പ്ലസ് 15 ഈക്വൽ ടു 62. ക്ലിയർ അല്ലേ? ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ എടുത്താൽ നമ്മുടെ ആൻസർ ആയി. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ലൈക്ക് ആയിട്ടുള്ളത് ഒരുമിച്ചെടുക്കാം. ലൈക്ക് ടേംസ് എന്ന് പറയും. അപ്പൊ ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഉള്ള ടേംസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, എക്സ് ഉള്ള ടേംസ് 1 2 3 4 അല്ലെ. 4 എക്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 2 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കുറെ പ്രാവശ്യം ഇപ്പം ഇതെത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എങ്ങനെയാ അതിനെ കണ്ടുപിടിക്കാം? ഈ 2 എന്ന് പറയുന്ന നമ്പർ എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ? 3 എത്രയാണ്? ടോട്ടൽ 6 പ്രാവശ്യം അല്ലെ. അപ്പം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പം എന്താ? 6 × 2 ചെയ്താൽ പോരെ അല്ലെ. റിപ്പീറ്റഡ് അഡീഷൻ ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതേ ഐഡിയ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ 2നൊക്കെ പകരമാണ് എക്സ് എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? 4 പ്രാവശ്യമാണ് എക്സ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 പ്രാവശ്യം എക്സ് ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നതും 4 × x എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ 4 ടൈംസ് എക്സ്. ഓക്കെ അല്ലെ? 4 × x. ഇനി ബാക്കി അതിന്റെ ഇടയിൽ കിടക്കുന്ന എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഏതൊക്കെയാണ്? 1 + 14 + 15 എത്രയാവും? 1 + 14 15 എന്ന് കിട്ടും. 15 + 15 30 എന്ന് കിട്ടും. ഈക്വൽ ടു 62. നമുക്ക് എക്സ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടേ. അപ്പൊ ഈ 30 എന്ത് ചെയ്യണം? നമുക്ക് 62ന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ അല്ലെ? 30യിൽ എക്സ് ഇല്ല. അത് 30 ഒരു കോൺസ്റ്റന്റ് ആണ്, 62 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റിൽ കിടക്കുന്ന 30യെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നു? റൈറ്റിൽ കിടക്കുന്ന 62ന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 30 വെച്ച് ബാക്കി എന്താണോ ലെഫ്റ്റിലുള്ളത് അത് അതുപോലെ എഴുതാം. അപ്പൊ 30 മാറ്റി വെച്ചാൽ ബാക്കി ഒരു 4x ഉണ്ട് അല്ലെ. 4 × x, അതാണ് 4x ഈക്വൽ ടു ഈ 30 ഇല്ല. 30 നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോവാണ്. ഇനി റൈറ്റ് സൈഡിൽ ആരാണോ ഉള്ളത്
അയാളെ നമ്മൾ ആദ്യം എഴുതണം. റൈറ്റ് സൈഡിൽ ഇവിടെ 62 ആണ്. 62 ആദ്യം എഴുതിയിട്ട് വേണം ഈ കൊണ്ടുപോകുന്ന ആളെ എഴുതാൻ. ഓക്കെ അല്ലേ? തിരിഞ്ഞു പോയാൽ ആൻസർ തെറ്റും, അതുകൊണ്ടാണ്. അപ്പൊ ആദ്യം ആരാണോ റൈറ്റ് സൈഡിലുള്ളത് അയാളെ ആദ്യം എഴുതുക. എന്നിട്ട് കൊണ്ടുപോകുന്ന ആൾ ആരാണ്? 30 അല്ലേ? 30യുടെ സൈന് മാറ്റി കൊടുക്കുക. ഇതിപ്പോ പോസിറ്റീവ് 30 ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അതെന്താവും? -30 ആയിട്ട് മാറും. -30 എന്ന് പറയുന്നത് ഇവിടെ സബ്ട്രാക്ഷൻ ഫോമിൽ വന്ന് നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ 4 × x നമുക്ക് എന്ത് കിട്ടി? 62 - 30 എന്ന് കിട്ടി. 62 - 30 എന്ന് പറഞ്ഞാൽ 32 അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത്. ഇനി എക്സിന്റെ കൂടെ ആരാണ് നിൽക്കുന്നതെന്ന് നോക്കുക. അയാളെയും കൂടി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി നോക്കുമ്പോൾ എക്സുമായിട്ട് 4 ഏത് ഓപ്പറേഷനിലാണ് നോക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിൽ ഏത് ഓപ്പറേഷനിലാണ്? 4ഉം എക്സും ഇൻറ്റു ആണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ? ഇൻറ്റു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 4നെ അല്ലേ റൈറ്റ് സൈഡിലോട്ട് 32ന്റെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടേ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് ഒരു നമ്പർ നിൽക്കുന്നതെങ്കിൽ അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 32 റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത്, ഇവിടെ നമ്മൾ 62 ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയ ആളെ എഴുതിയത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. റൈറ്റ് സൈഡിൽ എന്താണോ ആദ്യം ഉണ്ടായിരുന്നത് അത് അതുപോലെ എഴുതുക. എന്നിട്ട് കൊണ്ടുപോകുന്ന ആളെ എന്ത് ചെയ്യാം? ഏത് ഓപ്പറേഷൻ ആണോ മാറി വരുന്നത് അത് അപ്ലൈ ചെയ്യുക. ഇവിടെ 4 ഡിവിഷൻ ഫോം ആയതുകൊണ്ട് /4 ആയിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ 32 / 4 എത്രയാണ്? 8 എന്ന് കിട്ടും. സോ ആദ്യ തീയതി എന്ന് പറയുന്നത്, അതല്ലേ നമ്മൾ കണ്ടു എക്സ് എന്ന് പറഞ്ഞെടുത്തേ. ആദ്യ തീയതി എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്? 8 ആണ്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറച്ചും കൂടെ ടൈപ്സുകളുണ്ട് കലണ്ടറിൽ, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.